എന്താ ഡോക്ടറെ മുഖത്തെന്തോ ഭയങ്കര ക്ഷീണം? സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല. പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഒരു പേരൻറ്റിൻ്റെ കോള്. കൊച്ചിന് പല്ലുവേദനയാണ്. ഇപ്പോൾ 3 ദിവസമായിട്ട് ഉറങ്ങുന്നില്ല. രാത്രിയാകുമ്പോൾ കൂടുന്നു, താടി തപ്പി പിടിക്കുന്നു, പല്ല് തേയ്ക്കുന്നില്ല, ആഹാരമൊന്നും കഴിക്കുന്നില്ല. വയസ്സെത്രയാണെന്ന് ചോദിച്ചപ്പം 7 വയസ്സ് 8 വയസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു മിക്സഡ് ഡെൻറ്റിഷൻ്റെ ടൈമാണല്ലോ, അപ്പോൾ അതെന്താണെന്ന് ചോദിക്കുക. അപ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. കാര്യം ഒരു പേരൻ്റായിട്ട് ഒരു മിക്സഡ് ഡെൻറ്റിഷൻ്റെ ടൈമിനെ പറ്റി അവർക്ക് അറിയത്തില്ല. മിക്സഡ് ഡെൻറ്റിഷൻ എന്നാൽ രാത്രി പെർമനൻറ്റ് പല്ലുകളും പാൽപ്പല്ലുകളും ഒന്നിച്ച് വരുന്ന ഒരു സമയമാണെന്നോ, ഏത് പല്ലിനാ വേദനയെന്ന് ചോദിച്ചപ്പോൾ അതറിയത്തില്ല, പാൽപ്പല്ലിനാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതൊന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ലോ, അപ്പോൾ സങ്കീർണമായ ഒരു പ്രശ്നത്തിലോ എത്തിയോ ഇല്ലയോ എന്ന് അറിയാനൊക്കാത്തതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. പാരസെറ്റമോൾ ഓൾറെഡി കൊടുത്തും കഴിഞ്ഞു. രാത്രിയിൽ എവിടെ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ പറ്റുമോ, അതാണ് ഇരുന്നത്. ക്ലിനിക്കിൽ വന്ന് നോക്കിയപ്പോഴേ നല്ല വിഷമം തോന്നി. കാര്യം 6 വയസ്സിലെ പെർമനൻറ്റ് ടൂത്ത് മോശമായൊരവസ്ഥയില്ല, ഫില്ല് ചെയ്യാൻ ഒക്കുന്ന ഒരവസ്ഥയല്ല, പെയിനായി. എനിക്ക് തോന്നുന്നു അതിന് പലവട്ടം മുമ്പും വേദന വന്നിട്ടുണ്ടാകാം. ചെറിയ വേദന ആയതുകൊണ്ട് ചിലപ്പം ഗവനിച്ചും കാണില്ല. വലിയൊരു അക്യൂട്ട് പെയിൻ വന്നപ്പോഴാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ ഒരു അവസ്ഥയിൽ ഒരു അവെയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പൊടിക്കുഞ്ഞിൻ്റെ പല്ല് പെർമനൻ്റായിട്ടുള്ളൊരു പല്ല് നഷ്ടപ്പെടുകയില്ലായിരുന്നു. അപ്പോൾ പബ്ലിക്കിനുള്ള ഒരു ജനറൽ അവെയർനെസ്സും ഒരു പ്രൈമറി ഡെൻ്റൽ ചെക്കപ്പ് ഒരു 6 മന്ത്സ് കൂടുമ്പോൾ ഉണ്ടായിരുന്ന ഈ ഒരു അവസ്ഥ ആ കുട്ടിക്ക് ഉണ്ടാവുമായിരുന്നില്ല. അപ്പം ജനറലി നമ്മൾ അറിയേണ്ടത് പേരൻസിന് കൊടുക്കുന്ന ഒരു അവെയർനെസ് ഒരു നേരത്തെ ഒരു 6 മന്ത്സിന് മുമ്പൊക്കെ, അല്ലെങ്കിൽ 6 മന്ത്സ് ടൈം മുതൽ കുട്ടിയെ കാണിക്കുന്നതിനൊരു ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നെങ്കിൽ, അല്ലെ അത് കൊടുക്കാൻ ആരെങ്കിലും ഒരു മോട്ടിവേഷൻ കൊടുത്തിരുന്നെങ്കിൽ ശരിക്കും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തത്തില്ലായിരുന്നു. ഇനി ആ പല്ല് തന്നെ നമ്മൾ എടുക്കണമെങ്കിലോ നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒരു കുട്ടിയെ മാനേജ് ചെയ്യാൻ അറിയാമല്ലോ നമ്മുടെ പാട്. പിന്നെ അതുപോലെ തന്നെ കോൺഷ്യസ് സെഡേഷനോ അല്ലെങ്കിൽ GAലോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി ചെയ്യേണ്ടി വരും. അപ്പോൾ അവരുടെ ആ ഒരു വിഷമം ശരിക്കും പറഞ്ഞാൽ എനിക്കും എൻ്റെ ഒരു വിഷമമായി. നമ്മുടെ മക്കൾക്ക് ഇത് സംഭവിച്ചാൽ നമുക്ക് ശരിക്കും അവെയർനെസ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്കും ആ ഒരു പ്രോബ്ലത്തിൽ എത്തത്തില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ അറിയേണ്ടത് പേരൻസ് മിനിമം ഒരു കുഞ്ഞുങ്ങളെ മിക്സഡ് ഡെൻറ്റിഷന് മുമ്പ് അല്ലെ 6 വയസ്സിന് മുമ്പ് ഒരു ഡെൻ്റൽ ചെക്കിന് വെറുതെയെങ്കിലും കൊണ്ടുപോവുക. ഈ പാൽപ്പല്ലിനാണോ കേട്, അത് മറ്റേ പല്ലുകൾ വരാറായോ, അല്ലെ വന്നാൽ തന്നെ അത് സേവ് ചെയ്യാൻ ഏത് സമയത്തൊക്കെ, ഇത് അറിയേണ്ടതൊരു അനിവാര്യതയാണ്.